പ്രീതികാർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും കേരള ഗവർണൻസിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2005 പാസ്സാക്കിയ ദുരന്ത നിവാരണ നിയമത്തെക്കുറിച്ചും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 ത്രിതല ഘടകങ്ങളുണ്ട്. ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളിൽ നിന്ന് പഠിച്ചു. ദേശീയ, സംസ്ഥാന, ജില്ലാ അതോറിറ്റികൾ. ദേശീയ ദുരന്തങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുള്ള ദേശീയ ദുരന്തങ്ങളെന്നും കേരളത്തിൽ കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചുള്ള സംസ്ഥാന ദുരന്തങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇതുകൂടാതെ നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ദുരന്ത നിവാരണം ലഘൂകരണവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട 10 അജണ്ടകൾ കൂടെ നമ്മൾ പഠിച്ചുറപ്പിച്ചു. ശരിയല്ലേ? ഇന്നേ ദിവസം നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. ആരംഭിച്ചാലോ? യെസ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആദ്യ പേര് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു. നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 42ാമത്തെ വകുപ്പിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പരാമർശമുള്ളത്. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നേരത്തെ ഉണ്ടോ? ഈ നിയമം പാസ്സാക്കുന്നതിന് മുമ്പുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനു മുമ്പ് രൂപീകരിച്ചതാണ്, നിയമത്തിൽ പരാമർശിക്കുന്നുണ്ടെന്ന് മാത്രം കേട്ടോ. ആദ്യമായി സ്ഥാപിതമായത് അല്ലെങ്കിൽ നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ സ്ഥാപിതമായത് 1995. നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ സ്ഥാപിതമായത് 1995. നിലവിലെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനഃസംഘടിപ്പിച്ചത് 2004 ഓഗസ്റ്റ് 11. 2005 ഡിസംബറിൽ നിലവിൽ വന്ന 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 42ാമത്തെ വകുപ്പിലാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുക. എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലകൾ? അതിൽ കാണാൻ പഠിക്കാനൊന്നുമില്ല, വായിച്ചു വെച്ചാൽ മതി. ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. അതായത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുക, ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുക, കോഴ്സ് പൂർത്തീകരിക്കുക എന്ന രീതിയിലാണ്. കാരണം ആ വ്യക്തികളെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും വേണം. കാരണം ഇത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ദേശീയ തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം കൊടുക്കുന്നത് കൂടാതെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്ത് വേണം? പരിശീലനം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പഠന മികവും ഈ സ്ഥാപനത്തിന് ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആദ്യ പേര് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 42. സ്ഥാപിതമായത് 1995 നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനഃസംഘടിപ്പിച്ചത് 2004 ഓഗസ്റ്റ് മാസം 11. എന്തൊക്കെയാണ് ചുമതലകൾ? ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും വേണം. കൂടാതെ ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായം നൽകണം. കാരണം ഇപ്പോൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെല്ലാവരും ദുരന്ത നിവാരണത്തെക്കുറിച്ച് പഠനം നടത്തിയവരാകണം നിർബന്ധമില്ല. പൊളിറ്റീഷ്യൻസ് എല്ലാവരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണോ വരിക? മന്ത്രിസഭാ അംഗങ്ങളെ ഇപ്പോൾ എക്സിക്യൂട്ടീവിന് അതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം? അത്തരം ഗവൺമെന്റിന് സഹായം നൽകണം. ദേശീയ തലത്തിലുള്ള ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ സഹായം നൽകേണ്ടത് ഏത് സ്ഥാപനമാണെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്. ഏത് സ്ഥാപനമാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ? മറക്കില്ലല്ലോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ പഴയ പേര് എന്തായിരുന്നു? നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു. അടുത്ത് പറയുന്നു, 4ാമതായി ദുരന്ത നിവാരണത്തിനായി അക്കാഡമിക്,
പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. നമ്മൾ ആൾറെഡി അത് പറഞ്ഞു. അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇടയിൽ അവബോധം വളർത്തുക. ദുരന്ത ലഘൂകരണം അഥവാ അപകട ലഘൂകരണം, ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തുക. വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുന്നത് സമൂഹത്തെ തന്നെ അവബോധമുണ്ടാക്കുന്നതിന് തുല്യമാണ്. ശരിയല്ലേ? എന്താ, സ്കൂൾ കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് എന്ന കാഴ്ചപ്പാടാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട 5 ചുമതലകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ 5 ചുമതലകൾ എന്തൊക്കെയാ? ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും വേണം. ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായം നൽകണം. ദുരന്ത നിവാരണത്തിനായി അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ വികസിപ്പിക്കണം. അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 പാസാക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട നയം കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത് 2009. ദേശീയ ദുരന്ത നിവാരണ നയം എന്ന രൂപീകരിക്കുന്നത് 2009. ദുരന്തത്തെ നേരിടാൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച സമഗ്രമായ മാർഗരേഖയും ചട്ടങ്ങളും അടങ്ങിയതാണ് 2009 ദേശീയ ദുരന്ത നിവാരണ നയം. ദുരന്ത നിവാരണ നയത്തിന്റെ ലക്ഷ്യങ്ങൾ 5 ഉണ്ട്. ദുരന്ത നിവാരണ നയത്തിന്റെ ലക്ഷ്യങ്ങൾ 5 ഏതൊക്കെയാ നോക്കിയേ. ദുരന്ത നിവാരണത്തിന് പ്രാപ്തമാകുന്ന ഒരു നിയന്ത്രണ അന്തരീക്ഷവും ഭരണകൂടവും സൃഷ്ടിക്കുന്നതിനായി നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കണം. അപ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കുറേ വകുപ്പുകളുടെ ഏകോപനം വേണം അല്ലേ? അത് നിയമം വഴി സ്ഥാപിതമായ ഒരു നിയമത്തിന്റെ കീഴിലാണെങ്കിൽ മാത്രമേ കൃത്യമായി ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കണമെന്നില്ല. ശരിയല്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം കൃത്യമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കണം. ദുരന്ത സാധ്യതകൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനം ഉറപ്പുവരുത്തണം. ചിലപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പഠനങ്ങളായിരിക്കാം, പരിശീലനങ്ങളായിരിക്കാം, എല്ലാം ഉറപ്പുവരുത്തണം. ദുരന്ത സാധ്യതകൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനം ഉറപ്പാക്കണം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുക. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകണം. വികസന ആസൂത്രണ പ്രക്രിയയിലേക്ക് ദുരന്ത നിവാരണത്തെ മുഖ്യധാരയാക്കി മാറ്റണം. വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകണം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ പരിഗണന നൽകണമെന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നു. ആ ഓഡിറ്റോറിയത്തിൽ ദുരന്തമുണ്ടായാൽ എന്ത് ചെയ്യണം? അവിടെ ഫയർഫോഴ്സ് എത്തിച്ചേരണം, ആംബുലൻസിന് എത്തിച്ചേരണം. ശരിയല്ലേ? അത് ഗ്രൗണ്ട് ലെവലിൽ മാത്രം എത്തിയാൽ മതിയോ? ഗ്രൗണ്ട് ലെവലിലാണെങ്കിൽ അതനുസരിച്ച് മറ്റു നിലകളിൽ ആക്സസ് ഉണ്ടാവണം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം ചുറ്റുമതിലിനോട് ചേർന്ന് നിർമ്മിക്കാൻ പാടില്ല. ഫയർഫോഴ്സിന്റെ വാഹനം പോകുന്ന തരത്തിൽ വേണം എന്ത് ചെയ്യാൻ, നിർമ്മിക്കാൻ. അങ്ങനെ കുറേ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എങ്കിലും മാത്രമേ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ എന്ത് ചെയ്യത്തുള്ളൂ, അനുമതി കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആ ഓഡിറ്റോറിയം പ്രവർത്തിക്കാൻ അർഹമല്ല എന്ന രീതിയിലേക്കായിരിക്കും റിപ്പോർട്ട് വരിക. മനസ്സിലായോ? അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും വികസന ആസൂത്രണ പ്രക്രിയയിലേക്ക് ദുരന്ത നിവാരണത്തെ മുഖ്യധാരയാക്കി മാറ്റണം. സാങ്കേതികവിദ്യ, പരമ്പരാഗത ജ്ഞാനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ലഘൂകരണ നടപടികൾ പ്രോത്സാഹിപ്പിക്കണം. നവീന സാങ്കേതികവിദ്യ ഉപയോഗിക്കാം, അതോടൊപ്പം പരമ്പരാഗതമായി ഇത്തരം പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുണ്ടാവും, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കണം. പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ലഘൂകരണ പ്രവൃത്തികൾ എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ദുരന്ത ലഘൂകരണ നടപടികൾ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ അല്ലേ?
യെസ്, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ദേശീയ ദുരന്ത നിവാരണ നയം 2009. ദുരന്തത്തെ നേരിടാൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച സമഗ്രമായ മാർഗരേഖകളും ചട്ടങ്ങളും അടങ്ങിയതാണ് ദേശീയ ദുരന്ത നിവാരണ നയം 2009. 2009 ദേശീയ ദുരന്ത നിവാരണ നയത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാ? ദുരന്ത നിവാരണത്തിന് പ്രാപ്തമാക്കുന്ന ഒരു നിയന്ത്രണ അന്തരീക്ഷവും ഭരണകൂടവും സൃഷ്ടിക്കുന്നതിനായി നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കുക. ദുരന്ത നിവാരണ സാധ്യതകൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനം ഉറപ്പാക്കുക. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുക. വികസന ആസൂത്രണ പ്രക്രിയയിലേക്ക് ദുരന്ത നിവാരണത്തെ മുഖ്യധാരയാക്കി മാറ്റുക. സാങ്കേതികവിദ്യ, പരമ്പരാഗത ജ്ഞാനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ലഘൂകരണ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ പഠിച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചും ദേശീയ ദുരന്ത നിവാരണ നയം 2009. ഇനി ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രിപ്പയർഡ് ആയ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവണം അല്ലേ? പ്രത്യേക പരിശീലനം നേടിയ ആൾക്കാരുണ്ടാവണം. അതേക്കുറിച്ചാണ് അടുത്ത് പറയുക. ദേശീയ ദുരന്ത പ്രതികരണ സേന, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ ദുരന്ത പ്രതികരണ സേന അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചത് 2006. ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 44-ലും 45-ലും പറയുന്നത് ദേശീയ ദുരന്ത പ്രതികരണ സേന അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ കുറിച്ചാണ്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ദുരന്ത പ്രതികരണ സേന അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിക്കുന്ന 2006. ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 44-ലും 45-ലുമാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിനെ കുറിച്ച് പറയുന്നത്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്, ദേശീയ തലത്തിൽ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അയോധ്യ ദയഭവൻ എന്നാണ്. അയോധ്യ ദയഭവൻ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് പ്രവർത്തിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ രാജ്യവ്യാപകമായ പ്രവർത്തനമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. തലവൻ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് ഡയറക്ടർ ജനറൽ എന്നാണ്. ഡയറക്ടർ ജനറൽ ഓഫ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ഓക്കെ. കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ രക്ഷാപ്രവർത്തനം ഒരിക്കലും NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഏറ്റെടുക്കില്ല. അത് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് നിർവഹിക്കുക. അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ രക്ഷാപ്രവർത്തനം NDRF ഏറ്റെടുക്കുന്നതല്ല. പകരം കടലുമായി ബന്ധപ്പെട്ട് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. ക്ലിയർ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ദേശീയ ദുരന്ത പ്രതികരണ സേന, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആദ്യമായി രൂപീകരിക്കുന്ന 2006. ഏത് നിയമം അനുസരിച്ച് ചോദിച്ചാൽ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം. ഏത് വകുപ്പുകൾ പ്രകാരം? 44, 45 എന്നിവ. ആസ്ഥാനം ന്യൂഡൽഹിയിൽ, അയോധ്യ ദേവഭവൻ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ രാജ്യവ്യാപകമായ പ്രവർത്തനം നടത്തുന്നു. തലവൻ ഡയറക്ടർ ജനറൽ. കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളെ രക്ഷാപ്രവർത്തനം NDRF ഏറ്റെടുക്കുന്നില്ല. പകരം ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അത് ചെയ്തോളും. ദേശീയ ദുരന്ത പ്രതികരണ നിധി. ദേശീയ ദുരന്ത പ്രതികരണ നിധി ഇത് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ, പറഞ്ഞായിരുന്നു. ദേശീയ ദുരന്തവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു, ഇത്തരം ദേശീയ ദുരന്തങ്ങൾക്ക് മാത്രമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് സഹായം അനുവദിക്കുക അല്ലേ? ദേശീയ ദുരന്ത പ്രതികരണ നിധി ആദ്യമായി രൂപീകരിക്കപ്പെട്ടത് 2006. രൂപീകരിക്കാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 44, 46 എന്നിവ. വകുപ്പ് 44, 46 എന്നിവ ഓർമ്മിച്ചേക്കാം. യെസ്, വകുപ്പ് 44-ഉം 46-ഉം. ദുരന്ത നിവാരണത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ പ്രധാനമായിട്ട് 46 പറഞ്ഞാൽ മതിയാവും കേട്ടോ. 44 പറയണം നിർബന്ധമില്ല. നമുക്ക് ദുരന്ത പ്രതികരണ നിധിയിലെ ഏറ്റവും പ്രധാനമായി പറയുന്നത് വകുപ്പ് 46 ആണ്. ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫോഴ്സിനെ കുറിച്ചാണ് വകുപ്പ് 44 പറയുക. അത് വേണമെന്നില്ല. വകുപ്പ് 46. ദുരന്തത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്കായി കേന്ദ്ര തലത്തിലുള്ള നിധിയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ദുരന്ത പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുള്ള 2006 രൂപീകരിച്ചിട്ടുള്ള നിധിയാണ്
സമ്പത്താണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി. മുൻകാലത്ത് അത് അറിയപ്പെട്ടത് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്നായിരുന്നു. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മുൻഗാമിയായി കണക്കാക്കുന്നത് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ടാണ്. നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ടാണ്. ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും. അപ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ നിധി ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആരാണ് ചുമതല? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 2006 രൂപീകരിച്ചതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇതിന് സമാനമായ ഫണ്ട് ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്ന നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്നായിരുന്നു. 2005 ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് 2006 ദേശീയ ദുരന്ത പ്രതികരണ നിധിയായി ഇത് പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്തത്. നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ടിനെ തന്നെ എന്താക്കി മാറ്റി? 2006 ദേശീയ ദുരന്ത പ്രതികരണ നിധിയാക്കി മാറ്റി. ഏത് നിയമത്തിലാണ് പരാമർശിക്കുന്നത്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം വകുപ്പ് 46 പരാമർശിക്കുന്നുമുണ്ട്. മറക്കില്ലല്ലോ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാമോ? ഇത്തിരി ടഫായിട്ടുള്ള ഏരിയ ആണ്. യെസ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ആദ്യകാലത്ത് അറിയപ്പെട്ടത് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു. പരാമർശിക്കുന്ന 2005 ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 42. സ്ഥാപിതമായത് 1995 എന്റെ പേരില നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പുനഃസംഘടിപ്പിച്ചത് 2004 ഓഗസ്റ്റ് 11. പ്രധാനപ്പെട്ട 5 ചുമതലകൾ നമ്മൾ പരാമർശിച്ചു. എന്തൊക്കെ? ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും വേണം. ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിൽ സഹായം നൽകണം. ദുരന്ത നിവാരണത്തിനായി അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള തുടർ വിദ്യാഭ്യാസ സാമഗ്രികൾ വികസിപ്പിക്കണം. അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തണം. ദേശീയ ദുരന്ത നിവാരണ നയം 2009. ദേശീയ ദുരന്ത നിവാരണ നയം 2009 ദുരന്തത്തെ നേരിടാൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച സമഗ്രമായ മാർഗരേഖകളും ചട്ടങ്ങളും അടങ്ങിയതാണ് ദേശീയ ദുരന്ത നിവാരണ നയം 2009. ദുരന്ത നിവാരണ നയത്തിന്റെ ലക്ഷ്യങ്ങൾ ദുരന്ത നിവാരണത്തിന് പ്രാപ്തമാക്കുന്ന ഒരു നിയന്ത്രണ അന്തരീക്ഷവും ഭരണകൂടവും സൃഷ്ടിക്കുന്നതിനായി നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കണം. ദുരന്ത സാധ്യതകൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനം ഉറപ്പാക്കണം. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുക. വികസന ആസൂത്രണ പ്രക്രിയയിലേക്ക് ദുരന്ത നിവാരണത്തെ മുഖ്യധാരയാക്കി മാറ്റുക. സാങ്കേതിക വിദ്യ, പരമ്പരാഗത ജ്ഞാനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനമാക്കിയുള്ള ലഘൂകരണ നടപടികൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കുകയും വേണം. ദേശീയ ദുരന്ത പ്രതികരണ സേന അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 44, 45 എന്നിവയിലാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയെക്കുറിച്ച് പറയുന്നത്. ആദ്യമായി രൂപീകരിച്ച 2006 ആസ്ഥാനം ഡൽഹിയിലെ അയോധ്യ ദേവഭവൻ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ രാജ്യവ്യാപകമായ പ്രവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്നു. തലവൻ അറിയപ്പെടുന്ന ഡയറക്ടർ ജനറൽ എന്നാണ്. കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ രക്ഷാപ്രവർത്തനം NDRF നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഏറ്റെടുക്കുന്നില്ല. ദുരന്ത പ്രതികരണ നിധി രൂപീകരിക്കപ്പെട്ടത് 2006 ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 വകുപ്പ് 46 പരാമർശം. ദുരന്തത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിലേക്കായി ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന ചെലവുകൾക്കായി കേന്ദ്ര തലത്തിലുള്ള നിധി. ദേശീയ ദുരന്ത പ്രതികരണ നിധി 2006 രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിനു മുമ്പ് അത്തരം ഫണ്ട് ഉണ്ടായിരുന്നു. അതറിയപ്പെടുന്നത് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്നാണ്. നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓഡിറ്റബിൾ ആണ്. ഓഡിറ്റ് ചെയ്യുന്നത് CAG ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം NDMIS. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം സംയോജിത ദുരന്ത വിവരശേഖരണത്തിനായി ദേശീയ തലത്തിൽ ആവിഷ്കരിക്കപ്പെട്ട സംവിധാനമാണ് NDMIS, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്തജന്യമായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ, ദുരന്ത സംബന്ധമായ വിവരങ്ങളുടെ സുതാര്യത, വിവരങ്ങളുടെ തത്സമയ ലഭ്യത, ആധികാരികത, ഏകീകരണം എന്നിവ ഉറപ്പാക്കുന്നതാണ് NDMIS. ഇവിടെ
വിവരങ്ങളുടെ സുതാര്യതയും ആധികാരികതയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് ശരിയാകണമെന്ന് ഉറപ്പില്ല, നിർബന്ധവുമില്ല. ചിലപ്പോൾ തെറ്റിദ്ധാരണ പടർന്നേക്കാം, അത് ജനങ്ങളിൽ ഭീതി നിർണയിച്ചേക്കാം, അല്ലേ? അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്തജന്യമായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ, ദുരന്ത സംബന്ധമായ വിവരങ്ങളുടെ സുതാര്യത, അതായത് ഔദ്യോഗിക വിവരങ്ങൾ മാത്രമേ പുറത്തുവിടത്തൂ, വിവരങ്ങളുടെ തത്സമയ ലഭ്യത, ആധികാരികത, വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള രൂപീകരിക്കുക. അതിന് ആധികാരികതയുണ്ടോ എന്ന് പരിശോധിച്ചുറപ്പിച്ച് മാത്രമേ വിവരം ഷെയർ ചെയ്യത്തുള്ളൂ. ഏകീകരണം എന്നിവ ഉറപ്പാക്കും. സംസ്ഥാനതല നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ചിലവാക്കപ്പെടുന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ എന്തിൽ ലഭ്യമാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ NDMISL ലഭ്യമാണ്. NDMISL ലഭ്യമാണ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം NDMIS. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സംയോജിത ദുരന്ത വിവരശേഖരണത്തിനായി ദേശീയ തലത്തിൽ ആവിഷ്കരിക്കപ്പെട്ട സംവിധാനം, ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്തജന്യമായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ, ദുരന്ത സംബന്ധമായ വിവരങ്ങളുടെ സുതാര്യത, വിവരങ്ങളുടെ തത്സമയ ലഭ്യത, ആധികാരികത, ഏകീകരണം എന്നിവ ഉറപ്പാക്കുന്നു. സംസ്ഥാനതല നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറിയാണ്. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ചിലവാക്കപ്പെടുന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ എന്ത് ലഭ്യമാണ്? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ലഭ്യമാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് നമുക്ക് വരാം, അല്ലേ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പരാമർശിക്കുന്ന 2005 ദുരന്ത നിവാരണ നിയമത്തിലെ അധ്യായം 2 വകുപ്പ് 3 മുതൽ 13 വരെ, ശരിയല്ലേ? അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിച്ചുറപ്പിച്ചു. ഇന്നേ ദിവസം നമ്മൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് പോവാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓർ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്വയംഭരണാധികാരം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. പരാമർശിക്കുന്ന വകുപ്പ് 14 മുതൽ 24 വരെ ഏത് നിയമത്തിൽ? ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 മൂന്നാമത്തെ അധ്യായത്തിൽ. മൂന്നാമത്തെ അധ്യായം വകുപ്പ് 14 മുതൽ 24 വരെ. കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കപ്പെടുന്നത് 2007 മെയ് മാസം 4-ാം തീയതി. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2007 മെയ് മാസം 4-ാം തീയതി. ആസ്ഥാനം തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹിൽസ്. ആസ്ഥാനം തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസിൽ. ആപ്തവാക്യം സുരക്ഷായാനം. ആപ്തവാക്യം എന്താണ്? സുരക്ഷായാനം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താ? സുരക്ഷായാനം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏകോപന ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ഏകോപന പ്രവർത്തനം നടത്തുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ റവന്യൂ വകുപ്പ്. ഏകോപന പ്രവർത്തനം നടത്തുന്ന വകുപ്പ് റവന്യൂ വകുപ്പ്. ഏകോപന ചുമതല നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ. സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുമ്പോൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആർക്കാണ് അധികാരം? ആർക്കാണ് അധികാരം? യെസ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. ശരിയാണോ? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്ന് നമ്മൾ പറഞ്ഞു, ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ആരായിരിക്കും? യെസ്, ദുരന്ത നിവാരണ കമ്മീഷണർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ സംസ്ഥാനത്തായതുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ഓക്കെ, അപ്പോൾ നോഡൽ ഓഫീസർ അവിടെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നോഡൽ ഓഫീസർ ആരായിരിക്കും? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര ദുരിതാശ്വാസ കമ്മീഷണറാണ്. ഇനി സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ആഭ്യന്തര വകുപ്പ് ഉണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനല്ല ചുമതല. ആർക്കാണ്? റവന്യൂ വകുപ്പിനാണ്. ഏകോപന പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനത്ത് ആരാണ്? റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പിന് കീഴിൽ ചുമതല ആർക്കാണ്? സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർക്ക്. ഓക്കെ, ഈ റവന്യൂ വകുപ്പ് 2007 മെയ് 4 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് മുതൽ അറിയപ്പെടുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്.
റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അങ്ങനെ പേര് മാറ്റിയത് 2010. ഓക്കെ, അപ്പോൾ റവന്യൂ വകുപ്പാണ് എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ റവന്യൂ വകുപ്പ്, കേരള സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിനെ 2010 പുനർനാമകരണം ചെയ്തു. എന്തെന്ന് പറഞ്ഞിട്ട്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാധികാരമില്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പ്രതിപാദിക്കുന്ന വകുപ്പ് 14 മുതൽ 24 വരെ. 3-ാമത്തെ അധ്യായത്തിലാണ് പറയുക. ഏത് നിയമത്തിൽ? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കപ്പെട്ടത് 2007 മെയ് മാസം 4-ാം തീയതി. ആസ്ഥാനം തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹിൽസിലാണ്. ആപ്തവാക്യം സുരക്ഷായാനം. ഏകോപന ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണറാണ്. ഏകോപന പ്രവർത്തനം നടത്തേണ്ട വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ റവന്യൂ വകുപ്പ്. കേന്ദ്രത്തിലാണെങ്കിൽ ആഭ്യന്തര വകുപ്പ്, സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്താണ് റവന്യൂ വകുപ്പ്. ഓക്കെ, റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന വകുപ്പിന് റവന്യൂ വകുപ്പിന്റെ പേര് മാറ്റി റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് എന്നാക്കി മാറ്റുന്നത് ഇത് വർഷം 2010. ഓക്കെ അല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്നാ രൂപീകരിച്ചേ? നമ്മൾ ഡേറ്റ് പറഞ്ഞു. എന്നാ രൂപീകരിച്ചേ? 2007 മെയ് മാസം 4-ാം തീയതി. 2007 മെയ് മാസം 4-ാം തീയതി. ക്ലിയർ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന: ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതാണ് CEO എന്ന് നമ്മൾ പറയാം കേട്ടോ. CEO സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. മറ്റ് 10 അംഗങ്ങളും. ഓക്കെ, 3 എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിരിക്കും. 10 അംഗങ്ങളുണ്ടാവും. അതിൽ 3 പേര് എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്ഥാനപ്പേരാണ് മാത്രം വരിക. ആ സ്ഥാനപ്പേരിൽ ആരാണുള്ളത് അദ്ദേഹം ഓട്ടോമാറ്റിക്കൽ അംഗമായി വരുമെന്നാണ്. ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പിന്റെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി. കാരണം ആഭ്യന്തര വകുപ്പ് മിക്കവാറും മുഖ്യമന്ത്രി ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതുകൊണ്ടാണ് 3 അംഗങ്ങളിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പേര് പറയുക. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പ്, അതായത് പോലീസ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. ഫയർഫോഴ്സ് കാര്യക്ഷമമായി പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ നൽകണം. ശരിയല്ലേ? അപ്പോൾ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, കൂടാതെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഓക്കെ, എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 3 പേര്: ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഉദ്യോഗസ്ഥ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അവിടെ വരിക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന പറയുന്നു: ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറി. കൂടാതെ 10 അംഗങ്ങൾ. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 3 പേരുണ്ടാകും: ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി. പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെ? സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. സംസ്ഥാനത്തിന് വേണ്ടി ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുക. പ്രകൃതി ദുരന്തങ്ങൾ സാധ്യതയുള്ള ഭൂപ്രദേശങ്ങളാണെങ്കിൽ അവ കണ്ടെത്തുകയും മുൻകരുതൽ സ്വീകരിക്കുകയും വേണം. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യണം. മുൻകരുതൽ സ്വീകരിക്കണം. അത് ജനങ്ങളെ മാറ്റി താമസിക്കുന്നതാവാം, ദുരന്തമുണ്ടായാൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാകാം, അല്ലെ? അപ്പോൾ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതോറിറ്റിയുടെ ഘടന: ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും. അംഗങ്ങൾ 10 പേര്. എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 3 പേർ. ആ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 3 പേർ ആരൊക്കെയാ? ആഭ്യന്തരമന്ത്രി, കൃഷിമന്ത്രി, കൂടാതെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി. പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുക. വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യുക. ഓർമ്മിച്ചേക്കാമോ? യെസ്. തുടർന്ന് നമ്മൾ പറയുന്നു, കേരള സംസ്ഥാനത്ത് ദുരന്ത നിവാരണ നയം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി നിലവിൽ വന്നത് 2010 ദേശീയ ദുരന്ത നിവാരണ നയം എന്ന 2009.
ഇവിടെ സംസ്ഥാന ദുരന്ത നിവാരണ നയം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിച്ചത് 2010 അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കേണ്ടത്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് രണ്ടല്ല, ഒരൊറ്റ വകുപ്പാണ്. ഒറ്റ വകുപ്പിന്റെ പേരാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാനത്ത് ദുരന്ത നിവാരണ നയം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി നിലവിൽ വന്ന 2010. ഇത് പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കേണ്ടത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. ഓക്കെ അല്ലേ? നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, യെസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആദ്യ പേര് നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് 2005 ദുരന്ത നിവാരണ നിയമത്തിലെ 42ാം വകുപ്പ്. സ്ഥാപിതമായത് 1995 നാഷണൽ സെന്റർ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പുനഃസംഘടിപ്പിച്ചത് 2004 ഓഗസ്റ്റ് 11. 5 ചുമതലകൾ നമ്മൾ പറഞ്ഞു അല്ലെ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലകൾ എന്തൊക്കെ? ദുരന്ത നിവാരണത്തിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര മാനവ വിഭവശേഷി വികസന പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും വേണം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലന ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുകയും സംസ്ഥാനതല പരിശീലന സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ പരിശീലനം ഏറ്റെടുക്കുകയും വേണം. സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണം, അതാണ് ഏറ്റവും പ്രധാനം. ദേശീയ തലത്തിലുള്ള നയരൂപീകരണത്തിന് സഹായം നൽകുക. ദുരന്ത നിവാരണത്തിനായി അക്കാഡമിക് പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സാമഗ്രികൾ വികസിപ്പിക്കുക. അപകട ലഘൂകരണം, തയ്യാറെടുപ്പ്, പ്രതികരണം എന്നിവയുമായി ബന്ധപ്പെട്ട് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പങ്കാളികൾക്കിടയിൽ അവബോധം വളർത്തുക. ദേശീയ ദുരന്ത നിവാരണ നയം 2009. ദുരന്തത്തെ നേരിടാൻ ദേശീയ തലത്തിൽ രൂപീകരിച്ച സമഗ്രമായ മാർഗരേഖയും ചട്ടങ്ങളും അടങ്ങിയതാണ് 2009 ദേശീയ ദുരന്ത നിവാരണ നയം. ദേശീയ ദുരന്ത നിവാരണ നയത്തിന്റെ ലക്ഷ്യങ്ങൾ 5 നമ്മളിവിടെ പറയുന്നു. ദുരന്ത നിവാരണത്തിന് പ്രാപ്തമാക്കുന്ന ഒരു നിയന്ത്രണ അന്തരീക്ഷവും ഭരണകൂടവും സൃഷ്ടിക്കുന്നതിനായി നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കുക. ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക. ദുരന്ത സാധ്യതകൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ സംവിധാനം ഉറപ്പുവരുത്തുക. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പിന്തുണയ്ക്കുക. വികസന ആസൂത്രണ പ്രക്രിയയിലേക്ക് ദുരന്ത നിവാരണത്തെ മുഖ്യധാരയാക്കി മാറ്റുക. സാങ്കേതികവിദ്യ, പരമ്പരാഗത ജ്ഞാനം, പാരിസ്ഥിതിക സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ലഘൂകരണ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക. ദേശീയ ദുരന്ത പ്രതികരണ സേന അഥവാ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രൂപീകരിച്ചത് 2006. 2005 ദുരന്ത നിവാരണ നിയമം വകുപ്പ് 44, 45 എന്നിവയാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ NDRFനെ കുറിച്ച് പറയുക. ആസ്ഥാനം ഡൽഹിയിലെ അയോധ്യ ദേവൻ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്നു. തലവൻ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് ഡയറക്ടർ ജനറൽ എന്ന്. കടലിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ രക്ഷാപ്രവർത്തനം ആരേറ്റെടുക്കില്ല? NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഏറ്റെടുക്കില്ല. പകരം ആരാ ചെയ്യേണ്ടേ? ആരെങ്കിലും ചെയ്യണ്ടേ? യെസ്, ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമാണ് അത് ചെയ്യേണ്ടത്. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡുമാണ് അത് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിക്കാം, മറക്കില്ലാലോ. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്, വളരെ പ്രാധാന്യവുമുണ്ട്. ഇനി അടുത്ത നമ്മൾ പറയുന്നു ദേശീയ ദുരന്ത പ്രതികരണ നിധി. ദേശീയ ദുരന്ത പ്രതികരണ നിധി രൂപീകരിച്ചത് 2006. 2005 ദുരന്ത നിവാരണ നിയമം 46ാമത്തെ വകുപ്പ് പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്. 46ാമത്തെ വകുപ്പ് പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നു ദുരന്തത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും ദുരന്ത നിവാരണത്തിനും പുനരധിവാസത്തിനും വേണ്ടിയിരുന്ന ചെലവുകൾക്കായി കേന്ദ്ര തലത്തിലുള്ള നിധിയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധി. മുൻഗാമി എന്ന് പറയുന്നത് നാഷണൽ കലാമിറ്റി കണ്ടിജൻസി ഫണ്ട്. ഓഡിറ്റബിൾ ആണ്. ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. ഓക്കെ അല്ലേ? യെസ്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം NDMIS, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. സംയോജിത ദുരന്ത വിവരശേഖരണത്തിനായി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനം. ദുരന്തങ്ങളുടെ വർഗീകരണം, ദുരന്തജന്യമായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തൽ, ദുരന്ത സംബന്ധമായ വിവരങ്ങളുടെ സുതാര്യത, വിവരങ്ങളുടെ തത്സമയ ലഭ്യത, ആധികാരികത, ഏകീകരണം എന്നിവ ഉറപ്പാക്കുന്നു.
സംസ്ഥാനത്തിലെ നോഡൽ ഓഫീസർ മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ചിലവഴിക്കുന്നത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഇതിൽ ലഭ്യവുമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണാധികാരം ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 2005 ദുരന്ത നിവാരണ നിയമം അധ്യായം 3 വകുപ്പ് 14 മുതൽ 24 വരെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുക. ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് കേരള സ്റ്റേറ്റ് ആണ്. കേരള സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് 2007 മെയ് 4. ആസ്ഥാനം തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹിൽസ്. ആപ്തവാക്യം സുരക്ഷായാനം എന്നറിയപ്പെടുന്നു. ഏകോപന ചുമതല നിർവഹിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മീഷണർ. ഏകോപന പ്രവർത്തനം നടത്തുന്നത് റവന്യൂ വകുപ്പ്. റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന റവന്യൂ വകുപ്പിന്റെ പേര് മാറ്റിയത് 2010 ഓക്കെ അല്ലേ? തുടർന്ന് പറയുന്നു, ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. അതോറിറ്റിയുടെ ഘടന എന്ന് പറയുന്നത് ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറി. അംഗങ്ങൾ 10 പേർ. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 3 പേരായിരിക്കും. ആരൊക്കെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? ആഭ്യന്തരമന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി. പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ: സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുക, വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യുക. കേരള സംസ്ഥാനത്ത് ദുരന്ത നിവാരണ നയം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി നിലവിൽ വന്നത് 2010. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കേണ്ട ഉദ്യോഗസ്ഥൻ റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമാണ്. ഓർമ്മിച്ചേക്കാമോ? ഇത്രയുമാണ് നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിച്ചത്. ഇത്രയും കൃത്യമായി പഠിച്ചു വരിക. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിച്ചുറപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലുള്ള കുറച്ച് സമിതികളൊക്കെ ഉണ്ട്. സംസ്ഥാന കാര്യനിർവഹണ സമിതി അഥവാ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എമർജൻസി ഓപ്പറേഷൻ സെന്റർ, അവയുടെ ലക്ഷ്യങ്ങൾ, സംസ്ഥാന ഇൻസിഡന്റ് റെസ്പോൺസ് സിസ്റ്റം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായി നമുക്ക് പഠിച്ചുറപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം.